ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മുന്നേറ്റം കാഴ്ചവെച്ച് ബിജെപി. ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യൻ വ്യോമസേന ധീരതയുടെയും ശൌര്യത്തിന്റെയും പ്രതീകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ സേനകളിലൊന്നാണ് ഇന്ത്യൻ വ്യോമസേനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. എഡിജിപി എംആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്മേൽ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ഐസിസി വനിതാ ട്വന്റി ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ച ബിജെപി. ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് വ്യക്തമായ മേൽക്കൈ. 90 നിയമസഭാ സീറ്റുകളുള്ള ഹരിയാനയിൽ 48 സീറ്റിൽ ബിജെപിയും 36 കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. ഇന്ത്യൻ നാഷണൽ ലോക്ദളും ബിഎസ്പിയും ഓരോ സീറ്റുകളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 4 സീറ്റിലുമാണ് ലീഡ് ചെയ്യുന്നത്. ജമ്മുകാശ്മീരിലെ 90 സീറ്റിൽ 42 നാഷണൽ കോൺഫറൻസും 27 സീറ്റിൽ ബിജെപിയും 8 കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമാണ് ലീഡ് ചെയ്യുന്നത്. ജമ്മുകാശ്മീർ പിഡിപിയും പീപ്പിൾസ് കോൺഫറൻസും 2 സീറ്റുകളിൽ വീതവും സിപിഐഎം 1 സീറ്റിലും സ്വതന്ത്രർ 6 സീറ്റിലും മുന്നിലാണ്. ഹരിയാനയിൽ ബിജെപി നേതാവും മുഖ്യമന്ത്രിയുമായ നയാബ് സിംഗ് സൈനി ലാഡ്വ സീറ്റിൽ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡ ഗഡി സാംബ്ല മണ്ഡലത്തിൽ മുന്നിലാണ്. ജുലാനയിൽ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ലീഡ് ചെയ്യുന്നു. ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയും ദേശീയ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ള ബുഡ്ഗാം, ഗന്ദർബാൽ സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. കോൺഗ്രസ് നേതാവ് പീർസാദ മുഹമ്മദ് അനന്ത്നാഗിലും സിപിഐഎം നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി കുൽഗാമിലും ലീഡ് ചെയ്യുന്നു. ദൂരു മണ്ഡലത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം മുഹമ്മദ് മിർ മുന്നിലാണ്. ഉദ്ധംപൂരിലെ ചെനാനി മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥി ബൽവന്ത് സിംഗ് മങ്കോട്ടിയയാണ് മുന്നിൽ. ജമ്മുകാശ്മീരിൽ ഫലം പ്രഖ്യാപിച്ച 4 സീറ്റുകളിൽ 2 നാഷണൽ കോൺഫറൻസും 2 മണ്ഡലങ്ങളിൽ ബിജെപിയും വിജയം നേടി. ഗുറേസ്, ഹസ്രത് ബാൽ മണ്ഡലങ്ങളിലാണ് നാഷണൽ കോൺഫറൻസിന്റെ വിജയം. ഉദ്ധംപൂർ ഈസ്റ്റ്, ബഷോലി മണ്ഡലങ്ങളിൽ ബിജെപി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഇന്ന് വ്യോമസേനാ ദിനം. ഇന്ത്യൻ വ്യോമസേനയുടെ 92ാം വാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ആശംസകൾ നേർന്നു. ധീരതയുടെയും ശൌര്യത്തിന്റെയും പ്രതീകമാണ് ഇന്ത്യൻ വ്യോമസേനയെന്നും രാജ്യത്തെ കാത്തുസൂക്ഷിക്കുന്നതിൽ സേന സദാ ജാഗ്രത പുലർത്തുന്നതായും രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വ്യോമസേനയുടെ ധൈര്യവും അർപ്പണബോധവും പ്രശംസനീയമാണെന്നും രാജ്യസുരക്ഷയിൽ സേനയുടെ പങ്ക് വളരെ വലുതാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ സേനകളിലൊന്നായി മാറിയ ഇന്ത്യൻ വ്യോമസേനയുടെ വിജയഗാഥ വിവരിക്കുന്ന വീഡിയോയും പ്രധാനമന്ത്രി പങ്കുവച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ നിർണായക സേവനങ്ങൾ നൽകുന്ന വ്യോമസേന രാജ്യത്തിനൊന്നാകെ അഭിമാനമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ മെഗാ വായുവീർ വിജേത കാർ റാലിക്ക് ലഡാക്കിലെ തോയിസിൽ ഇന്ന് തുടക്കം. സേനയുടെ 92ാം വാർഷികത്തോടനുബന്ധിച്ചാണ് 7000 കിലോമീറ്റർ ദൈർഘ്യമുള്ള കാർ റാലി സംഘടിപ്പിക്കുന്നത്. ഈ മാസം 29-ന് അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ് റാലി സമാപിക്കുക. കാർ റാലിക്ക് ഈ മാസം 1-ന് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഊഷ്മളമായ യാത്രയയപ്പ് നൽകിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി ഹർഷ് മൽഹോത്ര കാർ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വിഖ്യാത നടൻ മിഥുൻ ചക്രവർത്തിക്ക് ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം ഋഷഭ് ഷെട്ടിയും മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനനും മാനസി പരേഖും ഏറ്റുവാങ്ങും. മലയാളത്തിൽ നിന്നുള്ള ആട്ടം ആണ് 2022ലെ മികച്ച ചലച്ചിത്രം. ഇന്ത്യ സന്ദർശനം തുടരുന്ന മാലദ്വീപ്സ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവും പത്നി സാജിദ മുഹമ്മദും ഇന്ന് താജ്മഹൽ സന്ദർശിച്ചു. ആഗ്ര വിമാനത്താവളത്തിലെത്തിയ മാലദ്വീപ്സ് പ്രസിഡന്റിനെ ഉത്തർപ്രദേശ് മന്ത്രി യോഗേന്ദ്ര ഉപാധ്യായ് സ്വീകരിച്ചു. സന്ദർശനത്തോടനുബന്ധിച്ച് താജ്മഹലിൽ പൊതുജനങ്ങൾക്ക് 2 മണിക്കൂർ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഇന്ന് മുംബൈയിലും നാളെ ബംഗളൂരുവിലും സന്ദർശനം നടത്തുന്ന മാലദ്വീപ്സ് പ്രസിഡന്റ് വ്യാഴാഴ്ച മടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ സംസ്ഥാനം നടത്തിയ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വയനാട്ടിൽ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് നിയമസഭയിൽ ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം. ദുരന്തബാധിത പ്രദേശങ്ങളെ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനും സമഗ്ര പുനരധിവാസത്തിനുമാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അതിതീവ്രത അനുഭവിക്കുന്ന സമൂഹമായി കേരളം മാറുന്ന പശ്ചാത്തലത്തിൽ ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കാനുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മേൽ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നൽകുകയായിരുന്നു. പ്രതിപക്ഷത്തു നിന്നും N ഷംസുദ്ദീനാണ് അടിയന്തര പ്രമേയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം പ്രതിപക്ഷം സഭയിൽ ഉയർത്തി. ആരോഗ്യ കാരണങ്ങളാൽ മുഖ്യമന്ത്രി ചർച്ചയിൽ പങ്കെടുക്കാത്തതിനാൽ മന്ത്രി MP രാജേഷ് ആയിരിക്കും അടിയന്തര പ്രമേയ ചർച്ചകൾക്ക് സഭയിൽ മറുപടി നൽകുക. പാലക്കാട് മാനുഫാക്ചറിംഗ് സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി P രാജീവ്. കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ നാഴികക്കല്ലായി പദ്ധതി മാറുമെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി അത് കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമാണ്. ഇപ്പോൾ യൂണിയൻ ഗവൺമെന്റ് അതിന് അംഗീകാരം നൽകി. ഇത് 50-50 പദ്ധതിയാണ്. ലാൻഡ് അക്വിസിഷൻ കോസ്റ്റിന് വേണ്ടി നമ്മൾ എത്രയാണോ മുടക്കുന്നത് അതിന് തുല്യമായ തുക യൂണിയൻ ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി മുടക്കും എന്നതാണ് ഇതിനകത്ത് കരാർ എന്നുള്ളത്. അതിവേഗത്തിൽ സ്മാർട്ട് സിറ്റി മാനുഫാക്ചറിംഗ് സ്മാർട്ട് സിറ്റി നടപ്പിലാക്കുന്നതിന് സർക്കാർ പൂർണ്ണമായ സജ്ജമാണ് എന്നാണ് ഈ സഭയെ അറിയിക്കാനുള്ളത്. അതിന്റെ ഗുണം ഏതെങ്കിലും ജില്ലയ്ക്ക് മാത്രമായിട്ടല്ല വരാൻ പോകുന്നത്. കേരളത്തിന്റെ വ്യവസായ വളർച്ചയിലെ ഒരു നാഴികക്കല്ലായി ഈ സ്മാർട്ട് സിറ്റി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൃശൂരിൽ റോബോട്ടിക്സ് പാർക്ക് ആരംഭിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായും മന്ത്രി P രാജീവ് അറിയിച്ചു. സംസ്ഥാനത്ത് റോബോട്ടിക്സ്, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. 1961 ആദായനികുതി നിയമത്തിന്റെ സമഗ്രമായ അവലോകനത്തിനായി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ആഭ്യന്തര സമിതിക്ക് രൂപം നൽകി. നികുതിദായകർക്കുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ആദായനികുതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വ്യവഹാരങ്ങളും കുറയ്ക്കാനുമാണ് അവലോകനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ആദായനികുതി നിയമം ജനങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകുന്ന രീതിയിലാക്കുന്നതും സമിതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് ആദായനികുതി വകുപ്പിന്റെ ഫയലിംഗ് പോർട്ടലിലൂടെ അറിയിക്കാവുന്നതാണ്. ക്ഷയരോഗികൾക്കും രോഗികളുമായി സമ്പർക്കം പുലർത്തുന്നവർക്കും പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സുപ്രധാന സംരംഭങ്ങൾ പ്രഖ്യാപിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. രാജ്യത്ത് നിന്ന് ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. നീക്ഷയ് പോഷൻ യോജനയ്ക്ക് കീഴിലുള്ള പ്രതിമാസ പോഷകാഹാര സഹായം നിലവിലെ 500 രൂപയിൽ നിന്ന് 1000 രൂപയാക്കിയതായി കേന്ദ്രമന്ത്രി അറിയിച്ചു. BMI 18.5 താഴെയുള്ള എല്ലാ രോഗികൾക്കും പോഷകാഹാര വിതരണം ഉറപ്പുവരുത്തുമെന്നും ശ്രീ JP നഡ്ഡ വ്യക്തമാക്കി. ഔദ്യോഗിക വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ദീപ കർമാകറിന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആശംസകൾ നേർന്നു. നിരവധി പെൺകുട്ടികളെ കായികരംഗത്തേക്ക് നയിക്കാൻ ദീപ പ്രചോദനമായതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ജനതയ്ക്ക് അഭിമാനത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിച്ച ദീപ കർമാകർ ലോകവേദിയിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയതായും ശ്രീ മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 ഷാർജയിലാണ് മത്സരം. ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം 2020 മത്സരം നാളെ ന്യൂഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7 മണിക്കാണ് മത്സരം. ഞായറാഴ്ച നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ 7 വിക്കറ്റിന് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മുന്നേറ്റം കാഴ്ചവെച്ച് BJP. ജമ്മുകശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യൻ വ്യോമസേന ധീരതയുടെയും ശൌര്യത്തിന്റെയും പ്രതീകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ സേനകളിലൊന്നാണ് ഇന്ത്യൻ വ്യോമസേനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്മേൽ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.